ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കണ ഹലോ ഗായ്സ്, എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് കളിക്കാണ് മൈൻക്രാഫ്റ്റ് ആണ്. ഞാൻ വന്നിരിക്കണ ഇതിൻ്റെ താരം ഞാൻ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ താരം ഇന്ന് ഇറങ്ങിയിരിക്കും. ഞാൻ ഇതിൻ്റെ താരാണ് ബേസൊക്കെ വയ്ക്കണമെന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊക്കെ ഇതിരിക്കണം. ഇനി നമുക്ക് സ്റ്റോൺ പിക്കാസാണ്. സ്റ്റോൺ പിക്കാസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോൺ വേണം. ആദ്യം 3 സ്റ്റോണും 2 സ്റ്റിക്കും വേണം. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത് 2 ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. നമുക്ക് സ്റ്റിക്ക് എന്ന് പറയുന്നത് സാധനം കിട്ടും. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയ നമുക്കിത് സ്റ്റോൺ പിക്കാസ് കിട്ടും. നമ്മൾ സ്റ്റോൺ പിക്കാസ് രാത്രിയൊന്നും വിഷയമുള്ള കാര്യമില്ല. ജീവികൾ വന്ന് മോൺസ്റ്റർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ അടിച്ചു വന്നിട്ട് പോകും. എന്താണ് മോൺസ്റ്ററിൻ്റെ ഒക്കെ ജോലി? എന്താ കഷ്ടത്? എങ്ങനെ അയം കണ്ടല്ലോ. അയൺ 1 പീസ് തന്നെ ഉള്ളോന്ന് എനിക്കറിഞ്ഞൂടാ. കുറെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോരുത്തർക്ക് പോവാന്ന്. അങ്ങ് അപശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അന്ന് നിങ്ങൾ മൈൻഡ് വയ്ക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സൗണ്ടുകൾ കേൾക്കും. ആരെങ്കിലും വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം കേൾക്കാൻ തുടങ്ങി. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഷീൽഡാണ്. അങ്ങ് ഫാനാണോന്നൊക്കെ ചുമ്മാ അങ്ങ് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആൾക്കാരെ ഇത് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത ചില ആൾക്കാരുണ്ട്. ഇതാണ് നമുക്ക് രാത്രിയായ കയറി കിടന്ന് സ്ലീപ്പ് ചെയ്യണം. അല്ല, ഉറങ്ങണം. എല്ലാം ഇംഗ്ലീഷിലാണല്ലോ പറയണത്. ഇതെന്തോ ഇങ്ങനെ ഇരിക്കണം, വെട്ടല് പിടിച്ച പോലെ ഇരിക്കണം. മേഘമൊന്നും കാണാനില്ല, അടിച്ചു പോയി. ഓരോ എന്തരോ വട്ടമായിട്ടൊക്കെ എന്തരോ കാണിക്കാണ്. ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റില് ഇതുണ്ട്. എന്തരോ ജെല്ല് പോലത്തെ എന്തരോ ജീവി. താരം എന്തരോ നിൽക്കുകയാണ്. സ്കെലിട്ടനാണോ എന്തോ? പശുവാണ് പേടിച്ചു. നമുക്കിനിയും ഇതിനടുത്തിട്ട് ചൂടാക്കണം. നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ചൂടാക്കണമെങ്കിൽ ഒട്ടും പിന്നെ ഈ സാധനം നമ്മളിനി ഇത് ചൂടാക്കണം. ഞാൻ എൻ്റെ താരം പോയിക്കും തന്നെ. ഇങ്ങനെ നമുക്ക് അതിൻ്റെ റെസിപ്പി വന്നിട്ടുണ്ട്. ചെറിയൊരു ലാഗ് കാണാം. അത് വേൾഡിൻ്റെ ഇതായിട്ടുള്ളൊരു ലാഗാണ്. ചങ്ക് ബേസ് ഡൗൺലോഡ് ആവണേക്ക് ഇങ്ങനെ ചെറിയ ലാഗൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ വെട്ടി വെക്കും. ഇനി ഇത് വെച്ച് നമ്മളിന്ന് വന്ന് ഈ മരമൊക്കെ വെട്ടി വെക്കും. ഇനി നമ്മൾ എന്തൊരു ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങ് വന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് പ്ലാങ്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ഒരു ഇരുമ്പെടുത്ത് അതിൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് ഷീൽഡ് എന്ന് പറയണം. ഇത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ വെക്കാക്കേണ്ട, നമ്മൾ ഈ സൈഡിൽ ഇങ്ങൊരു ഇരിക്കണ വട്ടം കാണും. ഇത് പിതുക്കുമ്പോഴേക്ക് നമ്മളാണെങ്കിൽ അങ്ങ് ഇരിക്കണത് ഇങ്ങ് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇത് വെക്കാണത്. ഇനി ഞാൻ താരോട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഇനി അയണൊക്കെ പോയി മൈൻ ചെയ്തിട്ട് വരാം. അങ്ങനെ എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് 5 പീസ് അയണാണ് കിട്ടിയത്. അതായത് ഇൻവെൻട്രിയുടെ അകത്ത് കാണിക്കും. ഇനി നമ്മൾ അതങ്ങ് കൊണ്ടുവച്ച് കുക്ക് ചെയ്ത് ഇനി നമ്മളിത് വേവിക്കണമെങ്കിൽ ഇതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത് വെച്ചാൽ മതി. അതിന് നമുക്കിതാ ഇങ്ങായിട്ടിരിക്കുന്ന കോളെന്ന് പറയുന്ന സാധനം വേണം. അതിന് മുമ്പേ നമ്മൾ ഫുഡ് തിന്നണം. ഫുഡ് തിന്ന് നമ്മൾ ഫുള്ളാക്കി വെച്ചില്ലെങ്കിൽ നല്ല സ്കെൽട്ടനാട്ടോ വന്നടിക്കണമെങ്കിൽ അത് മതി. പിന്നെ അടിച്ച്
ഇനി നമ്മൾ ഈ കോളെന്ന് പറയുന്ന സാധനം ടോർച്ച് ഉണ്ടാക്കാൻ നമുക്ക് വേറെ എന്തിനാണ് നമുക്ക് ഇതൊക്കെ കോള് മരത്തിന് പകരം പന്നത്തിലൊക്കെ ഇട്ട് ഇതാക്കാൻ പറ്റും. ഓരോ സാധനം കുക്ക് ചെയ്യണതിന് എന്നാണ് ഈ കോളുള്ളത്. നമ്മളിനി കോളെല്ലാം ഇങ്ങനെ ഇളക്കി എടുക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ കോളെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ക്രീപ്പർ നിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒന്നും പ്രശ്നമില്ല. എൻ്റെ ഒരു ഷീൽഡ് ഉണ്ട്. ഞാൻ ഇരിക്കും. ഷീൽഡ് വെച്ചുള്ള ഗുണം ഇതാണ്. എൻ്റെ പൊന്നെ, ഇത്ര സ്കെലട്ടനാ. എൻ്റെ ആമർ ടൂസ് പോലെ ആയിട്ടില്ല മോനെ. ഞാൻ പിന്നീട് വരാം. ഞാൻ ഇപ്പം എങ്ങനെ ഇതിൻ്റെ തൊട്ട് കയറും ഓടി ചാടിപ്പോവാൻ. ഞാൻ ഈ എപ്പിസോഡിൽ തന്നെ അതിൻ്റെ അകത്ത് കയറാൻ നോക്കുന്നതായിരിക്കും. ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് കയറാൻ നോക്കാം. നമുക്ക് ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ കോപ്പർ എന്ന് പറയുന്ന സാധനം കാണും. നമ്മൾ അത് എടുക്കണം. അത് വെച്ച് ഉപയോഗമൊക്കെ ഉണ്ട്. ഇതാണ് കോപ്പർ. നമ്മൾ ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ തന്നെ കുറെ കിട്ടും കോപ്പർ. ഇതിനു മുമ്പ് വന്ന അപ്ഡേറ്റിൽ എന്താണെന്ന് എത്ര ഇനിയും വേണം നമുക്ക് കോപ്പർ. അയ്യോ, എത്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കോപ്പർ എല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഈ കോപ്പർ വെച്ചിട്ടാണ് ബാക്കി കളി. ഇത്രയൊക്കെ മതി കോപ്പർ. നമ്മൾ ഇതിൻ്റെ ഓരോട്ട് കയറണം. ഞാൻ ഇങ്ങോട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കൊളാക്കി വെച്ച പിന്നെ വരിയൊന്നും നേരല്ലേക്ക് കിടക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം കിട്ടിയ കോളിൻ്റെ ഉപയോഗം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. മുമ്പ് നമുക്കിപ്പം കിട്ടിയതാ ഈ സാധനം കൊണ്ട് കണ്ണസിൽ വെക്കണം. ഒരു 5 കോൾ വെച്ച് ഇങ്ങനെ 5. ഞാൻ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യണം. ഇത് പിരിക്കി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ആയിക്കോളും. ഇനി ഇത് ഫുള്ള് ഉരുവി റെഡി ആവട്ടെ. ഞാൻ കുറച്ച് മരമൊക്കെ വെട്ടിയിട്ട് വരാം. ഇപ്പം എന്തിനെന്ന് വെച്ചാൽ ഞാൻ ഈ മരം വെട്ടിയ നമുക്ക് ഇതുണ്ടാക്കാനുണ്ട് ഒരു സാധനം. ആ സാധനം ഉണ്ടാക്കണമെങ്കിൽ നമ്മളാണെങ്കിൽ ആദ്യം ഇതാ ഈ ലോഗിനെ അടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനെ ചുറ്റിച്ച് കൊണ്ടുവരുമ്പം ജസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ജസ്റ്റിനെ എടുത്തിട്ട് തക്കാലത്തേക്ക് ഇങ്ങൊക്കെയാണ് മാറിപ്പോയത്. എനിക്ക് തോന്നിയത് മാറിപ്പോകുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ കുറെ ഐറ്റംസ് നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. ആവശ്യമാണ് ഇത് കയ്യിരിക്കിട്ട് ഇത് നമുക്കിങ്ങനെ എഗ്ഗൊക്കെ എനിക്ക് കിട്ടിയെന്ന്. ഇനിയും നേരത്തെ കിട്ടിയ കോപ്പർ ഉപയോഗം ഞാൻ പറഞ്ഞു തരാം എന്തിനാണ്. നമുക്ക് ഈ കോപ്പറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പാൻസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങ് വന്ന് കിടക്കും പാൻ. ഇനി ഞാനെനിക്ക് ഇതുണ്ടാക്കാൻ പോവാണ്. ഉഡ് തീന്ന് എൻ്റെ കയ്യിരുന്ന്. അയ്യോ, ഉഡ് തീന്നല്ല. ഉഡ് തീർന്നില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് കാണും. നമുക്ക് ഈ സ്റ്റിക്ക് എന്തായി കോളം എടുത്ത് വെച്ചാൽ നമുക്ക് 8 ടോർച്ച് കിട്ടും. 2 തീന്ന്. ഞാൻ കിടന്നുറങ്ങി അതിൻ്റെ അകത്തൊക്കെ ടോർച്ച് വെച്ചിട്ട് വരാം. ഞാൻ ഇനി ഇതിൻ്റെ താഴെ ടോർച്ചൊക്കെ വയ്ക്കാൻ പോവാണ്. എന്തെന്ന് വെച്ചാൽ ഈ ജീവികളൊന്നും പിന്നെ ഇങ്ങ് സ്പോൺ ആവൂലേ ടോർച്ച് എന്ന് പറയാൻ സാധനം വെച്ചാൽ. എന്തിനൊക്കെ സൗണ്ടുകൾ കേൾക്കാൻ. അങ്ങനെ ടോർച്ച് വെച്ച് പോകുന്നുണ്ട്. ഏതുവരെ എത്താനുണ്ടോ എങ്ങോട്ട് വെച്ച് നമുക്ക് താഴെ വരെ ഇത്രയും വരെയൊക്കെ പോയിട്ടുണ്ട്. ഇനി എൻ്റെ ഓരപ്പോട്ട് അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ കോപ്പർ കിട്ടിയിട്ടുണ്ട്.
ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണാണ്, ഇനി നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കണം. ഇത്രയും മതി. ഇനി ഒരു സാധനം കൂടെ വേണം. ഇതാണ് അങ്ങനെ ഫുൾ സെറ്റ് ആണ് നോക്കുന്നത്. അപ്പൊ ഇന്ന് ഈ വീഡിയോ കണ്ട അവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം. എന്നാലേ ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോകൾ ഇടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടും.